ഇതെടുത്തവൻ ഒരിക്കലും നിരാശപ്പെടത്തില്ല. ഇതെടുത്തോണ്ട് ഇറങ്ങിയവൻ തോറ്റുപോയിട്ടില്ല. ആർക്കും വേണ്ടാതെ ഇന്നേക്ക് 17 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൽ കിടന്ന് മദ്യം കഴിച്ച് നാടൻ ചാരായം വാറ്റി ഉണ്ടാക്കി വിൽക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന എന്നെ, എന്റെ സ്ഥിതിയെ മാറ്റിയെടുക്കുവാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ സ്നേഹിത, നിന്നെ മാറ്റാൻ ദൈവത്തിന് ഒരൊറ്റ സെക്കൻഡ് മതി. ഒരുപാട് അന്യ ദൈവങ്ങളുടെ മുമ്പിൽ ചെന്ന് നമസ്കരിച്ചവനാ ഞാൻ. എന്റെ തലയിൽ ഒത്തിരി ചുടുകട്ടകൾ ചുമന്ന് പള്ളിയുടെ 3 റൗണ്ട് വലയം വെച്ച് അവസാനം അവിടെ കിടന്ന് ഉരുണ്ടു മറിഞ്ഞ് എടുത്ത് നേരെ ആറ്റിൽ ചാടി. സ്വത്രം പറ. അല്ലെങ്കിൽ അവിടെ നിന്ന് കുറെ വെള്ളവും കുടിച്ച്. സ്വത്രം. എനിക്ക് മുങ്ങാനും അറിയത്തില്ല, നീന്താനും അറിയത്തില്ല. എടത്തോ പള്ളിയിൽ ആരൊക്കെയോ പണ്ട് നേർച്ച ഇട്ടപ്പോൾ എന്നെ കൊണ്ട് ചുടുകല്ല് ചുമപ്പിച്ചു. 3 റൗണ്ട് കറങ്ങി. അതിനുശേഷം ഉരുട്ടി. സ്തോത്രം. എന്നിട്ട് നേരെ കണ്ണു അടച്ചോണ്ട് ഓടി ആറ്റി ചാടാ. ഞാൻ കുറെ വെള്ളം കുടിച്ച് എന്റെ വയറ് പെരിയതല്ലാതെ. ഒന്ന് സ്വത്രം പറഞ്ഞേ. എന്റെ അമ്മയുടെ കണ്ണുനീര് കൊണ്ടാ ഞാൻ ഇന്നിങ്ങനെ മയക്കം പിടിച്ചോണ്ട് നിൽക്കുന്നേ. നാട്ടുകാരും ബന്ധുക്കളും പറഞ്ഞ് 10-25 വീട്ടിൽ പോയി പിച്ച എടുക്കായി. സ്വത്രം. എന്റെ ദൈവം പിച്ചക്കാരനാ. നിന്റെ വീട്ടിൽ വന്ന് പിച്ച എടുത്ത് പള്ളി കൊണ്ട് കൊടുത്ത് അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണോ എന്റെ ദൈവം? വിശ്വസിക്കേ. ആറ്റിലെടുത്ത് ചാടി കുറെ വെള്ളവും കുടിച്ച് എൻ്റെ വയറും നിറഞ്ഞ അല്പം ഒരു 10 മിനിറ്റ് കൂടെ കിടന്നിരുന്നെങ്കിൽ ആള് ക്ലോസ് ആയേനെ. സ്തോത്രം. കാരണം ഈ സമുദ്രത്തിനകത്ത് വാഴുന്നൊരു നീതിദേവിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കാരണം അവള് വായി തുറന്നുകൊണ്ടിരിക്കുക. ഒരു മനുഷ്യൻ വെള്ളത്തിന്റെ സമുദ്രത്തിന്റെ അടിയിൽ പോയാൽ വലിച്ചോണ്ട് പോയി അതിനെ താഴ്ത്തി കൊല്ലും. പക്ഷെ ദൈവം അവിടെയും വിട്ടുകൊടുത്തില്ല. ഏതോ ഒരു ചെറുക്കൻ ഇറങ്ങിച്ചാടി എന്നെ പൊക്കിയെടുത്ത് കരയെ കൊണ്ടിരുത്തി. സ്തോത്രം പറ. അതോടെ എടത്തോ പള്ളിയിലെ പോക്ക് നിർത്തി. സ്വത്രം. അങ്ങനെ ഉള്ള പുണ്യ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു പോയവനാ ഞാൻ. ഒരു കുലദൈവത്തിനും എന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയോ, എല്ലാ കുലദൈവങ്ങളും നോക്കി നിൽക്കേ. ഇന്ന് പകൽക്കാലം ശബ്ദമുയർത്തി വിളിച്ചു പറയാ, എനിക്കൊരിടമുണ്ട്. എന്നെ തെരഞ്ഞെടുത്ത മഷിക തമ്പുരാൻ വാഴുന്നൊരു സ്ഥലമുണ്ട്. അതാണ് നിത്യത. ആ നിത്യതയിലേക്ക് പോകുവാനാണ് ഇത്ര ചങ്ക് കയറി പ്രസംഗിക്കുന്നത്. എന്നെ വിടുവിച്ചൊരു ദൈവമുണ്ട്. എന്നെ സഹായിച്ചൊരു ദൈവമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 11-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ നയിൻ എന്നൊരു പട്ടണത്തെ കാണുവാൻ കഴിയും. നയിൻ എന്ന വാക്കിനർത്ഥം സന്തോഷം. സന്തോഷം എന്ന പട്ടണത്തിനകത്ത് ഇറങ്ങി പുറത്തേക്ക് കൊണ്ടുവരുന്നത് ശവമാണ്. ആ പുറത്തേക്ക് ശവം കൊണ്ടുവരാതെ വേണ്ട ആ വാതിൽക്കൽ, പട്ടണവാതിൽക്കൽ യേശും പുരുഷാരവും എത്തി. ആ ശാപത്തെ ദൈവം അടിച്ചു മാറ്റി. ശാപം എന്ന് പറഞ്ഞവന്റെ മുമ്പിൽ ഒരു സൈന്യമായി യേശുവിന്റെ നടുവിൽ വന്ന് മരിച്ചുപോയ ആ വിധവയായ മകളുടെ ആ മകനെ ദൈവ മഞ്ചത്തിൽ കൈവച്ച് ചുമട്ടുവാർ നിന്നു.